നമസ്കാരം, ഞാൻ ശില്പ. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാ, വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു പച്ചടി. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ വാഴപ്പിണ്ടി മുറിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ വട്ടത്തിൽ മുറിക്കണം. കണ്ട, ആദ്യം ഇങ്ങനെ വട്ടത്തിൽ മുറിക്കണം. എന്നിട്ട് കണ്ടോ, നാര് കണ്ടോ അതിന്റെ ഉള്ളില്. ഇങ്ങനെ ഓരോ പീസിന്റെ ഇടയിലുള്ള നാര് ഇങ്ങനെ എടുത്ത് കളഞ്ഞ് അപ്പുറത്തെ ഇപ്പുറത്തെ ഒക്കെ എടുത്ത് കളഞ്ഞ് നീറ്റായിട്ട് ഒരുമിച്ച് വെച്ച് ഇങ്ങനെ ചെറുതായി അരിയാം. അങ്ങനെ അരിഞ്ഞ് വെച്ചേക്കണതാണ് ഇത്. എത്ര അങ്ങനെ ശ്രദ്ധിച്ച് അരിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിലൊക്കെ നാരുണ്ട്. കട്ട പിടിച്ച് നിൽക്കണം, നോക്കി, ഇങ്ങനെ നാരുണ്ടാവും. അപ്പൊ ഇതെന്ത് ചെയ്യണം? മുള്ളുണ്ടല്ലോ, മുള്ള് ഉപയോഗിച്ച് ഇങ്ങനെ നന്നായി ഇളക്കി കഴിഞ്ഞാൽ നാര് ആ മുള്ളിലായിക്കോളും. അതല്ലെങ്കിൽ ഇങ്ങനെ അറ്റം, ഇത് സ്മൂത്താണ് അറ്റം, അങ്ങനത്തെ കത്തി എടുക്കരുത്. സ്മൂത്ത് അല്ലാത്ത കത്തി, ഇത് കണ്ട, ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ ഡിസൈൻ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ നന്നായി ഇളക്കി കഴിഞ്ഞാൽ, കുറെ പ്രാവശ്യം ഇളക്കി കഴിഞ്ഞാൽ അതിലെല്ലാം നാരൊക്കെ അങ്ങോട്ട് പോരും. അപ്പൊ നമ്മൾ തോരൻ വെച്ചാലും പച്ചടി വയ്ക്കാനായാലും നമ്മളിങ്ങനെ നാര് വൃത്തിയായി കളഞ്ഞതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അപ്പൊ നമ്മുടെ വാഴപ്പിണ്ടി പച്ചടി ഉണ്ടാക്കാനായിട്ട് കണ്ടോ, ആകെ ഇത്രയേ ഉള്ളൂ. ഒരു ഗ്ലാസ് നിറച്ചുണ്ട് വാഴപ്പിണ്ടി അരിഞ്ഞത്, ഒരു പച്ചമുളക്, 2 തണ്ട് കരിവേപ്പില, ഒരു 3 ഉണക്കമുളക്. അപ്പൊ നമുക്കത് ഉണ്ടാക്കാം. അപ്പൊ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കഷ്ടിച്ച 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക്, 2 പ്രാവശ്യമായിട്ടാണ് അര ടീസ്പൂൺ വീതം ഇട്ടത്. എൻ്റെ ഫ്രണ്ട് ഗീതാമണിയാണ് എനിക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്തത്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തീ തിരിച്ചു വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കടുക് പൊട്ടി കഴിയെ കണ്ട് ഏകദേശം കഴിയാറായി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ കൂടെ തന്നെ പച്ചമുളക്, അരിഞ്ഞൊക്കെ വാഴപ്പിണ്ടി, ഈ ആവശ്യത്തിന് ഉപ്പ്. ഞാൻ അര ടീസ്പൂൺ കട്ടിച്ചെടുത്തിട്ടുള്ളൂ, അധികം ആവാൻ പാടില്ല ഉപ്പ്. തീ ഒന്ന് സിമ്മിലിട്ടിട്ട് മൂടി വയ്ക്കാം. ഇനി ഒരു 3/4 വേവേ ആവാൻ പാടുള്ളൂ, ഒരുപാട് വേവാൻ പാടില്ല. നമ്മുടെ വാഴപ്പിണ്ടി ഒരു 3/4 വേവായിട്ടുണ്ട്. അതായത് തീ ഓഫാക്കുകയാണ്. അതായത് ഒരു 4 മിനിറ്റ് സമയമേ എടുത്തിട്ടുള്ളൂ വാഴപ്പിണ്ടി വേവാനായിട്ട്. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറെ വാഴപ്പിണ്ടി ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റേജ് അങ്ങോട്ട് ചെയ്യാം. ഇതുപോലെ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കരിവേപ്പിലയും വഴറ്റി പച്ചമുളക് ഒക്കെ ഇട്ട് വാഴപ്പിണ്ടി ഇങ്ങനെ 3/4 വേവില് ഉപ്പും ചേർത്തിട്ടുണ്ടല്ലോ, ചൂടാറി കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോരൻ ഉണ്ടാക്കാനോ പച്ചടി ഉണ്ടാക്കാനോ നല്ല എളുപ്പമാണ്. ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല സ്വാദുമായിരിക്കും. അപ്പൊ കൂടുതലുള്ളപ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ ഇത് ഇനി ചെയ്യേണ്ടത്, ഇത് നന്നായി തണുക്കട്ടെ. നന്നായി തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തൈര് ചേർക്കുക. നമ്മുടെ കണ്ട വാഴപ്പിണ്ടിയൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൽ ചെയ്യാനുള്ളത് ഈ തൈര് ഒന്ന് ചേർക്കുക എന്നുള്ളത് മാത്രം. നമുക്ക് ആവശ്യത്തിനുള്ള തൈര്, ഒരു ഗ്ലാസ് തൈര്. അത് തീരെ പുളിപ്പ് കുറഞ്ഞ തൈര് ചേർക്കരുത് കേട്ടോ, ഒത്തിരി പുളിപ്പൊക്കെ വേണം, അപ്പോഴേ അത് നന്നായിരിക്കുള്ളൂ. കണ്ട, അത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ വാഴപ്പിണ്ടി പച്ചടി അങ്ങനെ റെഡിയായി. ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. എല്ലാം പാകമാണ്, നല്ല ടേസ്റ്റി ആയിട്ട്. അപ്പൊ കണ്ടോ, എത്ര എളുപ്പത്തിലാണ് നമ്മുടെ വാഴപ്പിണ്ടി പച്ചടി റെഡിയായത്. അപ്പൊ ലാസ്റ്റ് ഒന്നുകിൽ തൈര് ചേർക്കുക, അതെല്ലാം തോരനാണ് നമുക്ക് ആക്കേണ്ടതെങ്കിൽ അതിൽ കുറച്ച് തേങ്ങ ചേർത്തിയത്, ഇത്തിരി പച്ചമുളക് വേണമെന്നില്ല, കാരണം നമ്മൾ ആദ്യമേ പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉള്ളിയോ 1 വെളുത്തുള്ളി അല്ലിയോ ഒക്കെ കൂടെ മിക്സിയിൽ ഒഴിച്ച് ചേർത്ത് ഇളക്കി വാങ്ങിക്കഴിഞ്ഞാൽ തോരനാണ്. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ ചെയ്യാം. പിന്നെ കൂടുതൽ വാഴപ്പിണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ സ്റ്റെപ്പിൽ അവസാനിപ്പിച്ച് ചൂടാറി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാം. കടുക് പൊട്ടിച്ച് അതിനൊക്കെ ഒന്ന് പതുക്കെ ഇതുപോലെ കുക്കാക്കി വെച്ചിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഒരു അടച്ചുറപ്പുള്ള പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തതുപോലെ തോരനാക്ക് അല്ലെങ്കിൽ പച്ചടിയാക്ക് ചെയ്യാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കണം കേട്ടോ, അതിൽ വേണ്ട മെഷറുകളെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് എഴുതുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.